ഈ അർദ്ധരാത്രിയിലും ഒരു വാർത്ത അത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കണമെങ്കിൽ ആ വാർത്തയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. വവ്വാക്കുന്ന് ലക്ഷ്മിനാരായണ ക്ഷേത്രം മലിനമാക്കിയിരിക്കുന്നു ഒരു ജീവനക്കാരി അല്ലേ? എങ്ങനെയായിരുന്നു ആ സാഹചര്യം? കാലത്തെ 6:30 മണിക്ക് അവൾ ചെരുപ്പ് ഇട്ടുണ്ട് ഈ അമ്പലത്തിനകത്ത് കയറി ചവിട്ടി. അപ്പം ഞാൻ ഇവിടെ മണ്ഡപത്തിൻ്റെ ഇവിടെ നിൽക്കുക. അപ്പോൾ ഞാൻ ഇത് കണ്ടു, നീ എന്ത് ഇട്ടുണ്ട് വന്നതെന്ന് ചോദിച്ചു. അത് ചെരുപ്പ് ഇറങ്ങ് വെളിയിലെന്ന് പറഞ്ഞു. വെളിയിറക്കി നിർത്തി. ഇതിനകത്ത് കയറിപ്പോരുന്നു. നീ അമ്പലത്തിൽ നിൽക്കാനും യോഗ്യതയില്ല, വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിട്ടു. കലശപൂജ നാളെ രാവിലെ അത് ചെയ്യാണ്. അതിനായിട്ട് മാറ്റി. എന്താണ് ഈ ഒരു അസമയത്തും ഇങ്ങനെയൊരു വാർത്ത പുറത്തുവിടേണ്ടെന്ന്? നാളെ ഭക്തജനങ്ങൾ വരും. അപ്പോൾ അവർ വന്നാൽ പൂജ ചെയ്യണ്ടേ? അവർക്ക് പൂജ ചെയ്യാക്കൂല. അതുകൊണ്ട് അവരെ ഒരു അറിയിപ്പായിട്ടാണ്. നാളത്തെ ഒരു ദിവസത്തേക്ക് വിശ്വാസികൾ ഒരു ദിവസത്തേക്ക് വെളിയിൽ നിർത്തുക. നമ്മളെ പൂജ ചെയ്യും. മതിൽ വെളിയിൽ നിർത്തിക്കൊണ്ട് കലശപൂജ കഴിച്ച് പിന്നെ അവരൊക്കെ. ശരി, അത് തന്നെയാണ് വാർത്തയുടെ ഉദ്ദേശവും. കാര്യം നമ്മുടെ സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമുള്ള നിരവധി വിശ്വാസികൾ ഈ ക്ഷേത്രത്തെ വിശ്വസിച്ചുകൊണ്ട്, ഇവിടുത്തെ ചൈതന്യത്തെ വിശ്വസിച്ചുകൊണ്ട് ദിവസങ്ങൾ താണ്ടി പോലും ഈ ക്ഷേത്രത്തിലെത്തുന്നു. അവർക്ക് യഥാസമയം ഭഗവാനെ കാണുന്നതിന് വേണ്ടി ദിനവും നിരവധി സംവിധാനങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു അറിയിപ്പും. നാളെ എത്തുന്നവർക്ക് മതിൽക്കെട്ടിന് പുറത്തു നിന്ന് കുറച്ച് സമയമെങ്കിലും തൊഴുകേണ്ടി വരും. കാരണം ക്ഷേത്രത്തെ മലിനപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ പരിഹാര കർമ്മങ്ങളാണ് ക്ഷേത്രത്തിനുള്ളിൽ നടന്നു വരുന്നത്. ക്യാമറമാൻ ഗൗതം കൃഷ്ണയ്ക്കൊപ്പം രജിത് കാര്യത്തിൽ, ന്യൂസ് സ്റ്റോറി.